നമസ്കാരം. ഹായ്, ഹലോ ഫ്രണ്ട്സ്, ഹൗ ആർ യു ഓൾ? ആരെങ്കിലും കടലിനടിയിൽ പോയിട്ടുണ്ടോ? കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടാവും, ചിലർ പോയിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് കടലിനടിയിലുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടാലോ? ഞാനിപ്പോൾ നിൽക്കുന്നത് മലേഷ്യയിലാണ്. മലേഷ്യയിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KLCC അക്വേറിയത്തിൻ്റെ ഉള്ളിൽ. ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയിട്ട് കാഴ്ചകൾ കാണാം. കം ഓൺ. ഈ ഒരു മീനെ കണ്ടോ? ഇതിങ്ങനെ മെല്ലെ മെല്ലെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നു. അതിനുശേഷം ഇത് പെട്ടെന്ന് ചിറക് വിടർത്തി മെല്ലെ പറന്നു പോകുന്നത് പോലെ തോന്നുന്നുണ്ടല്ലേ? എന്ത് ഭംഗിയാണ് ഇത് നീന്തുന്നത് കാണാനായിട്ട്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഈ മീനിൻ്റെ പേരാണ് കേട്ടോ ഡോൾഫ് ലയൺ ഫിഷ് എന്നാണ്. ഇത് ശരിക്കും വേറെ എന്തെങ്കിലും മലയാളത്തിൽ പേരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ പൂമ്പാറ്റകളുടെ ചിറക് പോലെ മനോഹരമാണ് ഇതിൻ്റെ ചിറക് എന്നുള്ളതിൽ ഒരു സംശയവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല അല്ലേ? ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ചെടികൾ മുളച്ച് വരുന്നത് പോലെ മെല്ലെ പൊങ്ങി വരുന്നത്. ഇതാണ് സ്പോട്ടഡ് ഗാർഡനിൽ. അപ്പം നമ്മുടെ തോട്ടത്തിലൊക്കെ ചെടികൾ നിൽക്കുന്നത് പോലെ ഉള്ളത് കൊണ്ടാണ് ഇതിനിങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്. ഇതൊരു നല്ല കാഴ്ചയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ആ ഒരു സീബ്ര പോലെ ഉള്ളതില്ലേ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് സീബ്ര ഈൽ എന്ന്. ശരിക്കും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ എന്തായാലും വന്ന് കാണണം. ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. ഈ ഒരു വലിയ മീനെ കണ്ടാൽ തന്നെ ഇച്ചിരി ഭീകരനാണെന്ന് തോന്നില്ലേ? ഇതാണ് അരൈപ്പാമ എന്ന് പറയുന്നത്. നൈൽ നദീതീരത്തൊക്കെ കാണാൻ പറ്റുന്ന ഒരു മീനാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ഒരു ഇവല്യൂഷൻ ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്കെയിൽസ് ഉള്ളത്. മറ്റു മീനുകളെ പോലെയല്ല. അത് തന്നെയാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊരു 4 മീറ്റർ വരെ വളരും. 200 കിലോ ഓളം വെയിറ്റും ഉണ്ടാകും. അടിപൊളി, സൂപ്പർ ആട്ടോ. എനിക്കും ഇതിനുള്ളിൽ പോയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ജിത്തിക്കും അതേപോലെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സൂപ്പർ. ഒരു ഫോറസ്റ്റ് വൈബിൻ്റെ ഉള്ളിലോട്ട് കയറാണ് കേട്ടോ. ഈ ഫോറസ്റ്റ് വൈബിൽ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഈ ഒരു മീനുകളാണ്. ഇതിന്റെ കണ്ണുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്ര അടുത്ത് എന്ത് രസാന്ന് നോക്കിക്കേ. ശരിക്കും എന്തൊക്കെയോ ഇവര് നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നില്ലേ? എനിക്കങ്ങനെയൊക്കെ കേട്ടോ ഫീൽ ചെയ്തത്. മുകളിൽ നിന്ന് കണ്ട ആ ഒരു ട്രീ ഇല്ലേ, അതിന്റെ താഴെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ട്രൈഡന്റ് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, ഒരു അക്വാമാൻ എന്നൊരു ഫീലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പോയി നിന്ന് കളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അതിനുള്ള പെർമിഷൻ താൽക്കാലികമായിട്ട് നമുക്കില്ല.
ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അക്വേറിയം ഒരു കേവ് സെറ്റപ്പിൻ്റെ ഉള്ളിലാണ് ഉള്ളത് കേട്ടോ. നമുക്ക് നോക്കിയാൽ കാണാം ഒരു റൂട്ട് ഒക്കെ ഇങ്ങനെ വരുന്ന ഒരു ട്രീയുടെ റൂട്ട് പോലെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയറും, ഈവൻ ഇതൊരു ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ പോലും ഭയങ്കര ഭംഗിയുള്ള നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയറാണ് ഇതിവിടെ നമുക്ക് തരുന്നത്. ശരിക്കും എന്താ പ്രതിമ എന്തോ വെച്ചിരിക്കുകയാണ്. പിന്നെ മനസ്സിലായത് പ്രതിമയൊന്നുമല്ല, ഇതൊരു ജീവിയാണ്. ഇതിന്റെ പേരാണ് റെഡ് ഐ ക്രോക്കഡൈൽ സിങ്ക്. ശരിക്കും നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. ഇവരാണ് ജിലാഫ് മാർക്കൻ. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു പ്ലാന്റ് ബാക്കിൽ നിൽക്കുന്നത് പോലെ രീതിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുകയാണ്. ഇവിടെ മൊത്തത്തിലൊരു അക്വാറിയം കോൺസെപ്റ്റ് ആണ് കേട്ടോ കാണാൻ പറ്റുന്നത്. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ. സംഭവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഇതൊരു തവളയാണ്. ഇതിന്റെ പേരാണ് അർജന്റീന ഹോൺ ക്രൗൺ. ഒത്തിരി വെറൈറ്റി സ്പീഷീസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കയറാൻ പോവാണ്. ഇതാണ് ലിവിങ് ഓഷ്യൻ. അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. ശരിക്കും കടലിന്റെ അടിഭാഗം പോലെ തന്നെയാണ് ഇവരിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. കുറച്ച് ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടല്ലേ. എൻ്റെ ബാക്കിൽ കുറച്ച് സ്കൂൾ കുട്ടികളുണ്ട്. നല്ല രീതിയിൽ അവർ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നത്. അതിങ്ങനെ പോകും.
ടേസ്റ്റ് കിട്ടും. ഇഷ്ടപ്പെട്ടോ? എൻ്റെ അമ്മോ, ശരി, ഇതിന് ശരിക്കും ഉണ്ടല്ലോ കടലിൻ്റെ ഉള്ളിൽ അതേ ഒരു സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നടന്നു പോകാനുള്ള പാത്തേ ഉണ്ട്, പക്ഷെ അത് സ്വീകരിക്കരുത്. ഇതിൻ്റെ മണ്ടേ കയറി നിൽക്കുക, അതിനിങ്ങനെ മെല്ലെ പോവുക. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും ഭംഗിയും ഒക്കെ. എൻ്റെ അമ്മോ, അറിയില്ല. അപ്പോൾ ഈ മീൻ ആർക്കെങ്കിലും എന്താണെന്ന് അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. ഈ മീനുകളുടെ പേരറിയോ? എങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞൊരു മീനെ ഞാനിന്ന് കണ്ടു. ദാ പോകുന്ന സംഭവം തെരണ്ടി ആണത്. കണ്ടിട്ടുള്ളവരുണ്ടാവും, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞാൻ ഈ ടി വിയിലൊക്കെ എന്താ വീഡിയോ കാണുമ്പോൾ പറയും എപ്പോഴെങ്കിലും ഇതൊന്ന് പോയി കാണണം, ഇതെങ്ങനെയുണ്ട് എന്ന് അറിയാനായിട്ട്. എനിക്ക് ശരിക്കും കൈറ്റ് ഇങ്ങനെ പട്ടങ്ങനെ മുകളിലോട്ട് പറന്നു. അതെ ഇങ്ങനെ അടുത്തേക്ക് വരുന്നത് പോലെ ഉണ്ട്. എന്നിട്ട് ഇതിങ്ങനെ മുകളിലോട്ട് പോകുന്ന കാണുമ്പോണ്ടല്ലോ ശരിക്കും ഒരു പട്ടം പറത്തുന്ന ഒരു എഫക്റ്റാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു മീൻ പോകുന്നത് കാണുമ്പോൾ. അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവും? ശരിക്കും ഒരു അടിപൊളി സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ടണലിനുള്ളിൽ ഇറങ്ങി ഓഷ്യൻ്റെ ഉള്ളിൽ ഇറങ്ങി ആളുകൾ സ്വിം ചെയ്ത് നോക്കുകയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആളുകൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ടാവും, അത് വേറൊന്നും കൊണ്ടല്ല. ഈ ഒരു പക്ഷം, ഈ ഒരു കവേച്ചറിൻ്റെ കാര്യം കൊണ്ട് നമ്മൾ ഒരു ഒറിജിനൽ വലുപ്പത്തിനേക്കാളും 30% കുറഞ്ഞിട്ടാണ് എന്താ പറയുക ആളുകളെയും മീനുകളെയും ഒക്കെ കാണുന്നത്. അപ്പോൾ അതിന് അത്രയും വലുപ്പമുണ്ട് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും. പോലൊരു സംഭവം മെല്ലെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര നൈസായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇങ്ങനെ മെല്ലെ മൂവ് ചെയ്യുന്ന പോലെ ഇല്ലേ. ഇത് ശരിക്കും ജീവനുള്ളതുള്ളൊരു വസ്തുവാണ്. ഇതിനെ പറയുന്നതാണ് മൂൺ ജെല്ലി. കാരണം ശരിയാണ്, മൂണ് പോലെ തന്നെ വൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇങ്ങനെ എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ വിരിയുന്ന പോലെ മെല്ലെ വിരിയുന്നുണ്ട്. അതിനുശേഷം അതേപോലെ ഇങ്ങനെ താഴ്ന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ കാഴ്ചകളൊക്കെ? അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും ഓൺ ആക്കുക. മനുഷ്യർ മാത്രമല്ല കേട്ടോ ഈ തലതിരിഞ്ഞവരുള്ളത്.
നമ്മുടെ ഫിഷുകളിലുണ്ട്. ഇതാണ് അപ്സൈഡ് ഡൗൺ ജെല്ലി. ഒരു ബോളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മീനുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലെ ഉണ്ട്. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ നമുക്കതൊന്നും എന്തായാലും ചെയ്യാൻ പറ്റില്ല. അല്ല, നിങ്ങൾക്ക് തോന്നില്ല ഒന്ന് പോയി തൊട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്? എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനെൻ്റെ ഉള്ളിലുള്ള ഇത് വീഡിയോയിൽ എത്രമാത്രം നന്നാവെന്ന് അറിയില്ല. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബയോലുമിനസ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ഇവർ ചെയ്തിരിക്കുന്നതാണ്. നേരിട്ട് കാണാൻ നല്ല നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു കാണുന്നതാണ് പ്ലെഡോറിയം. അക്വേറിയം പ്ലസ് ടെറേറിയത്തിൻ്റെ ഒരു മിക്സാണ്. അപ്പോൾ നിങ്ങൾ കണ്ടാലറിയാം, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള നാച്ചുറൽ എൻവിറോൺമെൻറ്റ് ഇവിടെ ഫിഷുകൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കടലിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ ആയിരിക്കും. ചിലപ്പോൾ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാകുമല്ലോ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ വ്യൂ എൻജോയ് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടല്ലോ കാണുമ്പോൾ ഇത് എങ്ങനെയാണുള്ളതെന്ന്. സൂപ്പറായിട്ടില്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കമൻറ്റുകൾ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മുഴുവനായിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരണം തോന്നുന്നതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത്. I hope you guys enjoy the same. Thank you. അപ്പം നമ്മൾ ഫൈനലി എല്ലാം കഴിഞ്ഞതാ ഇങ്ങനെ എൻട്രൻസിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും പോയി നോക്കുന്നുണ്ട്. നല്ല ഫോട്ടോ ആണെങ്കിൽ എടുക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ വേണ്ട നോക്കും. നമ്മൾ പുറത്തിറങ്ങിയപ്പം അക്വേറിയയുടെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഫുഡ് കോർട്ട് ഉണ്ട്. ഏഷ്യൻ കിച്ചൺ, ചിക്ക് ഒലെ, അങ്ങനെ പലതും. അപ്പം നമ്മൾ ഇതാ അർബൻ ഗ്രൗണ്ട് എക്സ്പ്രസ് എന്ന് പറയുന്ന കടയിലാണ് ഓർഡർ ചെയ്യാൻ കയറിയത്. അപ്പോൾ ഇവിടേക്ക് കുറേ വെറൈറ്റീസും കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരെണ്ണം ഓർഡർ ചെയ്തത് നാസി ലമാക് അയാം ബറാം. വേറൊന്നുമല്ല, നമ്മുടെ ചോറും ചിക്കൻ കറിയും കുറച്ച് കടലയും ഇതാ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ആട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത് ഈ ഒരു സാധനം ഇവർ തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒരെണ്ണം കഴിച്ചു നോക്കിയിട്ട് അടുത്തത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ.
പറ്റിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എവിടെ കലാപരിപാടി അവതരിപ്പിച്ചാൽ അവിടെ മഴ പെയ്യുന്നുണ്ട് തോന്നുന്നത്. ഞങ്ങൾ എവിടെ പോയാലും ഈ ഇടയായിട്ട് എവിടെ പോയാലും ഉറപ്പാണ് അവിടെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും മഴ പെയ്യും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മഴ പെയ്യും. എന്നിട്ട് പകുതിയൊക്കെ നമ്മൾ അവിടെ എവിടെയൊക്കെ കയറി നിൽക്കും. എന്തായാലും ആ പതി ഇവിടെയും തെച്ചിച്ചില്ല, ഇവിടെയും മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്.